ഹലോ! എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങയൊക്കെ അരച്ച് പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അത് കരിമീൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻഗ്രീഡിയൻസ് ഒപ്പം എത്ര വേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ മൺചട്ടിയിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 10-15 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ചതച്ചതും, ഇഞ്ചി വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അതും ചതച്ചത്, ഒരു 2 പച്ചമുളകും, പിന്നെ 2 തണ്ട് കറിവേപ്പിലി ഇതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കാം. അപ്പോൾ അതിന് ഞാനൊരു 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. 2 പിടി തേങ്ങയും അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒരു പച്ചമുളക് ഞാൻ അരപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1.5 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് അതും. അത് അരച്ച് വെക്കാം നമുക്ക്. ഇത്ര ഇട്ടിട്ട് അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് അരപ്പ് ആദ്യം തന്നെ ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് തിളച്ച് ഇതിൻ്റെ ഒരു പച്ചമണം പോകണം. ഈ തേങ്ങടിയും മഞ്ഞപ്പൊടി നമ്മൾ അതിന് ശേഷമാണ് ഇടുന്നത് കേട്ടോ. അതായത് ഉള്ളി മൂത്ത് വന്നില്ലേ, അപ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഞാൻ ഇട്ടത് കാണിച്ചില്ല തോന്നുന്നു. മഞ്ഞൾപ്പൊടി ഉള്ളിയിലേക്കാണ് ഇടുന്നത്, അരപ്പിലല്ല. അതിന് ശേഷം അത് തിള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമാങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചയല്ല കേട്ടോ. ചെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറുതായിട്ട് ചെനച്ച് വന്നിട്ടുണ്ട്. അതിലത്തെ പുളി കുറച്ച് കമ്മിയാണ് മാങ്ങയ്ക്ക്. അപ്പം ഞാൻ ഒരു 2 കഷ്ണം കുടംപുളി ഇടേണ്ടി വന്നു. പിന്നെ പച്ചമാങ്ങയല്ലേ, ആദ്യമായിട്ട് നമ്മൾ ചെത്തി അതിൻ്റെ മണം കേൾക്കുമ്പോൾ 2 കഷ്ണം നമ്മുടെ വായയിലേക്കും പോവും. അപ്പോൾ പിന്നെ അത് കഷ്ണം കമ്മിയായപ്പോൾ 2-3 കഷ്ണം കുടംപുളി ഇട്ടു. അതിലേക്ക് നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുള്ള കരിമീൻ, ഇത് ഇവിടെ ഉള്ള കരിമീനാന്നൊക്കെ പറയണം കേട്ടോ. കരിമീൻ്റെയൊക്കെ അപരനാണെന്നൊക്കെ തോന്നണത്, ഒറിജിനൽ കരിമീനൊന്നും അല്ല എന്നൊക്കെ തോന്നണം. എന്തായാലും കരിമീനാണെന്ന് പറഞ്ഞിട്ടാണ് അവർ കടയിൽ നിന്ന് തന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആ പേരിൽ തന്നെ വിളിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായി തിളവന്ന് കല്ലുപ്പാണ് ഞാൻ ഇട്ടിരിക്കണതിൽ. ഉപ്പിട്ടിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചോറിനും പിന്നെ നമ്മുടെ അപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ അടിപൊളിയാണ്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് തീ കമ്മിയാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീനിനൊന്നും പിന്നെ വല്ലാതെ വേവൊന്നും ഇല്ലല്ലോ, വേഗം ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഇരുന്നിട്ട് ഈ ലൂസ് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ മൺചട്ടിയിൽ ഇരുന്ന് ഇതാകുമ്പോഴേക്കും ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു പാകം നോക്കിയിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്യാൻ. അതിന് ശേഷം തീ ഓഫ് ചെയ്യാം. കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി തുളിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.